എൻ്റെ പേര് കരോളിൻ. ഞാൻ സെക്കൻഡ് ബി ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഇവരെ പറഞ്ഞത് വെച്ച് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഞങ്ങൾ 4 മക്കളാണ്. മൂത്ത ട്വിൻസാണ് ഞങ്ങൾ. രണ്ടുപേരും പെൺകുട്ടികളാണ്. എൻ്റെ ഏറ്റവും താഴെയുള്ള അനിയത്തി 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാനും അവളും തമ്മിൽ 11 വയസ്സ് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു അനിയനുണ്ട്. അപ്പം എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിയ സാഹചര്യം ഞങ്ങൾക്കറിയാം. അപ്പ ഗൾഫിലായിരുന്നു. അമ്മ ഒറ്റയ്ക്കാണ് ഞങ്ങളെ വളർത്തിയത്. ഓക്കെ. അപ്പം കുറേ പേര് പറഞ്ഞു അമ്മയ്ക്ക് മക്കളെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 2 പിള്ളേരായിരുന്നു. ഒറ്റ ടൈം ഞാൻ അണ്ടർ വെയിറ്റ് ആയിരുന്നു ജനിച്ചപ്പോൾ. ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. ഇരട്ട കുട്ടികളാകുമ്പോൾ അറിയാം സെയിം സിറ്റുവേഷൻ ആയിരിക്കും. അതായത് എനിക്ക് ഫീസ് അടക്കുന്ന സമയത്ത് അവൾക്ക് ഫീസ് അടക്കണം, എനിക്ക് ടൂർ പോകാൻ തോന്നി അവൾക്ക് ടൂർ പോകണം, എനിക്ക് ഡ്രസ്സ് മേടിക്കുമ്പോൾ അവൾക്ക് ഡ്രസ്സ് മേടിക്കണം. താഴെ പിള്ളേരുണ്ട്, ട്വിൻസ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് എൻ്റെ താഴെ അനിയൻ വന്നപ്പോഴും 11 വയസ്സ് ഗ്യാപ്പിൽ അനിയത്തി വന്നപ്പോഴും എനിക്കറിയാൻ വേണ്ടി അനിയത്തിനെ എങ്ങനെ നോക്കേണ്ടതെന്ന്. ഞാനൊരു അമ്മയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കിപ്പോൾ ശരിക്കും അമ്മയാവാൻ കൊതിയാവണുണ്ട്. ഇപ്പം അമ്മയാവണമെന്നല്ല, പക്ഷെ അമ്മയാവാൻ എനിക്ക് കൊതിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടായി. അമ്മയുടെ പ്രഗ്നൻസി, എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ ആൻറ്റി പ്രഗ്നൻ്റ് ആയി. 1 മാസം വ്യത്യാസം ഉണ്ടായില്ല അവർ തമ്മിൽ പ്രഗ്നൻസി. അമ്മയുടെ മൂന്നാമത്തെ മാസം അല്ലെങ്കിൽ 2ാമത്തെ മാസത്തിൽ ഞാൻ അറിഞ്ഞു അമ്മ പ്രഗ്നൻ്റ് ആണ്. അപ്പം അമ്മയുടെ വയറ് വലുതാവുന്ന തൊട്ട് അമ്മയുടെ വയറ്റിൽ ഉണ്ണിയാവ ചവിട്ടുന്നത് തൊട്ട് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു അനിയത്തി വേണമെന്ന്. അപ്പം അനിയത്തി പുറത്തേക്ക് വന്നപ്പം എല്ലാവരും ഉന്നയിച്ച് എനിക്ക് കണ്ണടച്ചായിരിക്കും വരിക. എൻ്റെ അനിയത്തി കണ്ണൊക്കെ പൊളിച്ച് വായൊക്കെ പൊളിച്ച് വന്നേ. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവളെ കാണാൻ. എന്നിട്ട് എടുക്കാൻ ഭയങ്കര കൊതിയായിരുന്നു എനിക്ക്. ആൻഡ് അവളെ വളർത്തിയതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ വളർത്തുന്നില്ല എന്നല്ല, പക്ഷേ അമ്മയുടെ ഭാരം കുറയുന്നുണ്ട്. എനിക്ക് അന്ന് 6ാം ക്ലാസ്സിലാണെങ്കിലും 12 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അനിയത്തിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാം, മുടി കെട്ടി കൊടുക്കാം, അനിയത്തിനെ പഠിപ്പിക്കാം, ഫുഡ് ആയിട്ട് കൊടുക്കാം. ഇത് കൂടുതലും പറയുന്നത് ഫുഡ് പിന്നാലെ നടന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. പാല് കൊടുക്കാനൊന്നും പറ്റില്ല, പക്ഷേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുളിപ്പിക്കാനായിട്ട് പറ്റില്ല, കാരണം നമ്മൾ കുഞ്ഞാണ്, നമുക്ക് അറിയില്ല കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. പക്ഷെ എടുത്തോണ്ട് നടക്കാം, കരച്ചിൽ മാറ്റാൻ പറ്റും. ഒരു പാട്ട് തന്നെ എപ്പോഴും പാടി കൊടുത്തുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ കരച്ചിൽ നിൽക്കും. എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടായിരുന്നു, അമ്മ മടിയിലിരുത്തി. അത് ഉന്നാവ വയറ്റിലിരുന്നപ്പോൾ ഞങ്ങൾ പാടി കൊടുക്കുമായിരുന്നു. അവൾക്ക് 3 മാസത്തിൽ അവൾ കാര്യം ഞാൻ അത് പാടി കൊടുത്ത് അവൾ കരച്ചിൽ നിർത്തുമായിരുന്നു. അത് എനിക്ക് തോന്നിയത് നമ്മൾ ആ ഒരു പ്രഗ്നൻസി ജേണി ഒരാളുടെ കണ്ടിട്ടുണ്ടെങ്കിൽ, അത്രത്തോളം കൂടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അമ്മയാവാൻ കൊതിയാവും, ശരിക്കും വളർത്താൻ പറ്റും. ഞാനിപ്പോൾ എനിക്ക് 19 വയസ്സായിട്ടുള്ളൂ, പക്ഷെ എനിക്കറിയാം, ഒരു ഫുള്ളായിട്ട് അറിയുന്നല്ല, പകുതി അറിയാം ഒരു കുട്ടീനെ ഞങ്ങൾ വളർത്തുന്നത്. പിന്നെ പറഞ്ഞു ഡിപ്രഷൻ അങ്ങനത്തെ സംഭവങ്ങൾ വരും. എനിക്ക് തോന്നിയത് അമ്മമാർ അല്ലെങ്കിൽ വീട്ടിലെ പാരൻസ് അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ, ഇപ്പം മിസ് പറഞ്ഞ പോലെ 4 കുട്ടികളായിട്ട് മിസ് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എനിക്കും അങ്ങനെയാണ്. എൻ്റെ കൂടെ ട്വിന്നാണ്, അവൾ പെൺകുട്ടിയാണ്. അവളുടെ വിഷമങ്ങൾ എനിക്ക് പറയാൻ, അവൾ എന്നോട് പറയും, എൻ്റെ വിഷമങ്ങൾ അവളോട് പറയും. ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ പകുതി ഡിപ്രഷൻ കുറയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാം. ആക്ച്വലി ഞാനൊന്ന് ഇടയ്ക്ക് ഇറക്കിയോട്ടെ. വാട്ട്സ് യുവർ നെയിം? കരോളിൻ. കരോളിൻ്റെ ഈ ശബ്ദം കേരളത്തിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള PhD ഉള്ള 90 കിഡ്സും അമ്മമാരൊക്കെ കേൾക്കട്ടെ. നമുക്ക് ആ ബിജി മിസ് അല്ലേ, പേരെന്താ? ബിജി മിസ് പറഞ്ഞല്ലോ പെൺകുട്ടികളുടെ ഈ മനോഭാവം മാറണമെന്ന്. പെൺകുട്ടികളുടെ ഈ മനോഭാവം മാറണമെങ്കിൽ പെൺകുട്ടികളുടെ അമ്മമാരുടെ മനോഭാവം മാറണം. സാർ, ഒരു കാര്യം ഒന്ന് ഇടയ്ക്ക് കയറിക്കോട്ടെ. കരോളിന് ഇമോഷണൽ ആയത് വിഷമം കൊണ്ടല്ല, ഹൃദയത്തിലുള്ള ആ നിറവും കൊണ്ടാണ്. തീർച്ചയായിട്ടും കരോളിൻ അവിടെ ഇമോഷണൽ ആയപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഭയങ്കരമായ സന്തോഷം വന്നു. കാരണം ഞാനിനി ഒരുപാട് മറുപടികൾ പറയേണ്ട കാര്യമില്ല. കരോളിൻ സംസാരിച്ചത് ബുദ്ധിയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്ന് കരോളിനെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ഇരട്ട പെൺകുട്ടികളെ പൊന്നുപോലെ നോക്കി വളർത്തിയ വലിയൊരു അമ്മയുണ്ട് കരോളിന്. കുറേ പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കരോളിൻ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ മോള് ചോദിച്ചു പേരെന്താ? ആനി ചോദിച്ചൊരു ചോദ്യമുണ്ട്. 4 മക്കളുണ്ടായിട്ട് അമ്മ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഒരു കുട്ടിക്ക് അപ്പൻ്റെ സ്നേഹം മാത്രം പോരാ, അമ്മയുടെ സ്നേഹം കൂടി വേണമെന്നാണ് പറയാ. ഓക്കെ, അതിനൊരു മറുപടിയുണ്ട്. 1962 ഒരമ്മ മരിച്ചുപോയി. ആ മരിച്ചുപോയ അമ്മ ഒരു പീഡിയാട്രീഷ്യൻ ആയിരുന്നു. ഷി വാസ് എ ഡോക്ടർ. ജീന ബ്രട്ടാമോല എന്നായിരുന്നു ആ ഡോക്ടറുടെ പേര്. ആ ഡോക്ടർ മരിച്ചു പോകുന്നതിന് മുമ്പ് ഡോക്ടർ ക്യാരിങ് ആയിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ആ കുഞ്ഞിനെ അങ്ങ് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഡോക്ടർ ജീവിച്ചനായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഈ നാട്ടിൽ മരങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ആൾക്കാരുണ്ട്, മലിനമായി പോകുന്ന നദികളെ ചൊല്ലി വിലപിക്കുന്ന ആൾക്കാരുണ്ട്, തെരുവ് നായ്ക്കൾക്കുമില്ലേ ആത്മാവ് എന്ന് ചോദിച്ച് തെരുവ് നായ്ക്കളെ കൊല്ലരുത് എന്ന് പറയുന്ന പ്രകൃതി സ്നേഹികളുണ്ട്. 100 കണക്കിന് മനുഷ്യരെ ചവിട്ടിക്കൊന്ന ആനയെ വെടിവെച്ച് കൊല്ലണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആനപ്രേമികളുമുണ്ട്. ഇവരുടെ എല്ലാം സ്നേഹത്തെ
നമ്മൾ തിരസ്കരിക്കുന്നില്ല, നിന്ദിക്കുന്നില്ല, അവഹേളിക്കുന്നില്ല. ഇതിനേക്കാൾ ഇത്തിരിയും കൂടി വലിയ സ്നേഹമായിരുന്നു ആ ഡോക്ടറുടെ കുഞ്ഞിനോട് കാണിച്ച. ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു ഹസ്ബൻഡുണ്ട്, എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുണ്ട്, പക്ഷേ എൻ്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മരിച്ചോട്ടെ, ആ കുഞ്ഞ് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് സ്നേഹം ജീവിതമാക്കി മാറ്റിയൊരമ്മ. അമ്മ മരിച്ചുപോയി, പക്ഷെ മക്കളൊക്കെ നന്നായിട്ടാണ് വളർന്നത്. ഇത് ഇറ്റലിയിലാണ്. ഇനി ഒരു 3-4 വർഷം മുമ്പ് കേരളത്തിലും ഇതുപോലെ എത്ര മക്കളുടെ അമ്മയാണെന്ന് ഓർക്കുന്നുണ്ടോ സ്വപ്ന? 8 മക്കളുടെ അമ്മ. 8ാമത് ക്യാരിങ് ആയിരുന്നു. അപ്പോൾ ക്യാൻസർ ആണെന്ന് തോന്നുന്നു അല്ലേ? ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ആ കുഞ്ഞിനെ കളയുന്ന കാര്യം പറഞ്ഞപ്പോൾ സ്വപ്ന സമ്മതിച്ചില്ല. 8ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് സ്വപ്ന മരിച്ചു പോയപ്പോൾ അവിടെ ചുറ്റും കൂടിയ ആ ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിച്ച സ്വപ്നയുടെ മക്കൾ ആരും കരഞ്ഞില്ല. ഹസ്ബൻഡിന് ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വലിയ നീറ്റലുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അവൾ ആദ്യമേ സ്വർഗത്തിൽ പോയി എന്നേ ഉള്ളൂ, പിന്നാലെ ഞങ്ങളും പോകുമെന്നാണ് പറഞ്ഞത്. അവരും വളരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു കൗണ്ടർ തന്നെയാണ്. എന്നിപ്പോൾ 5-6 മക്കളില്ലാത്തവരും മരിക്കില്ലേ? ഈ സ്നേഹം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. 8 പിള്ളേരും 9 മക്കളും ഒരേ സ്നേഹം അവകാശപ്പെട്ടവരാണ്. ഒരു കുഞ്ഞ് അവകാശപ്പെടുന്ന അതേ സ്നേഹം ഈ 9 പേരും 9 പേർക്ക് അവകാശമുണ്ട്. 9 പേർക്ക് ആ സ്നേഹം കൊടുക്കാൻ പറ്റും, കാരണം അത് പ്യുവർ സ്നേഹമായതുകൊണ്ട്. ഇനി 1-2 പേര് മാത്രമുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ്റെ കാര്യം ആരാ പറഞ്ഞു? ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാകുന്നത് ഐസൊലേഷനിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ ടീച്ചർക്ക് ഡിപ്രഷൻ ഉണ്ടാവാതിരുന്നതിൻ്റെ കാരണം സിബ്ലിങ്സ് ആണ്. എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഓടി വന്ന് ആശ്വസിപ്പിക്കുന്ന ട്വിൻ സിസ്റ്റർ ഉണ്ടെന്നാണ് കാരോളിൻ പറഞ്ഞത്. ഇതെല്ലാം സത്യങ്ങളാണ്. ഇനി ഇത് ടീച്ചേഴ്സിനോട് പറയാം, മിസ്സിനോട് ഒരു കാര്യം പറയാം. ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെയായത് ഒരു 90 കിഡ്സിലെ അമ്മമാർ കാരണമാണ്. 5 മാസം മുമ്പ് പാലാ മെഡിസിറ്റിയിലെ ലേബർ റൂമിൻ്റെ മുമ്പിലിരുന്ന് ഗർഭിണിയായ ഒരു സ്ത്രീ അലമുറയിട്ട് നിലവിളിച്ചു. യു നോ ദ റീസൺ? 43-ാമത്തെ വയസ്സിൽ നാണമില്ലേ നിനക്കെന്ന് ചോദിച്ചു സ്വന്തം അമ്മ. വിങ്ങിപ്പൊട്ടി അലറിക്കരഞ്ഞ സ്ത്രീയെ ഹസ്ബൻഡ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ ആ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടിയിരുന്ന അനേകം സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു, മോൾ എന്തിനാ വിഷമിക്കുന്നേ? സാരമില്ല, 2 മക്കളിൽ നിർത്തിയ സങ്കടമൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒന്നുമില്ലേലും ഈ സമയത്ത് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ നിനക്കൊരു നല്ല ഭർത്താവില്ലേ? കള്ളു കുടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്തൊരു ഭർത്താവില്ലേ? നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ഒരമ്മ വേദനിപ്പിച്ചപ്പോൾ ഏതാണ്ട് ഒരു 8ഓളം അമ്മമാർ ആശ്വസിപ്പിച്ചു. ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആത്മാർത്ഥമായി ജീവിക്കുന്ന ഒരാൾക്ക് 10 പേർ ചേർന്ന് സ്നേഹം നിഷേധിച്ചാൽ 10,000 പേർ ചേർന്ന് അദ്ദേഹത്തെ സ്നേഹിക്കും. കാരണം നമ്മളേവരും വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം സ്നേഹമാണ്.